കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്. പുതുവർഷത്തെ വരവേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയും കൊച്ചിക്കാരും ഒരുങ്ങിക്കഴിഞ്ഞു. എന്താണ് ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി? ഇവിടെ പരിപാടി കാർണിവൽ കാണാൻ വന്നതാ. ഇത്തവണ പപ്പാഞ്ഞി വെളി ഗ്രൗണ്ടിലാണ് കത്തിക്കുന്നത്. അതൊക്കെ കണ്ടിട്ടേ പോവുള്ളൂ? അതൊക്കെ കണ്ടിട്ടേ പോവുള്ളൂ. എന്തായാലും നാളെ കത്തിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. നിങ്ങൾ ഇവിടെ തന്നെയുള്ളവരാ? അല്ല, ഞങ്ങള് പാലക്കാട്ടുകാരാ. പാലക്കാട് നിന്ന് ഫോർട്ട് കൊച്ചി ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നു? എല്ലാ കൊല്ലവും വരാറുള്ളതാ. അപ്പൊ എല്ലാ കൊല്ലത്തെയും പോലെ ഈ കൊല്ലവും കളറാക്കും? അതെ, ഈ കൊല്ലവും കളറാക്കണം. എവിടെയാ പാലക്കാട്? എവിടെയാ നിങ്ങൾ? പാലക്കാട് മേപ്പറമ്പ് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങള് 10 പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചു പേര് അവിടെ തിരുമാല കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ തിരുമാല കണ്ടിട്ട് ഇരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് പാപ്പാഞ്ഞിയും കത്തിച്ച് നാളെ പോകും? നാളെ ചിലപ്പോ മറ്റന്നാ 2 ദിവസം സ്റ്റേ അടിക്കും. ഇടയ്ക്ക് മെല്ലെ പോകുള്ളൂ. അപ്പോൾ തിരുമാല വെറുതെ വൈബായി നടക്കാൻ വേണ്ടി വന്നാ. കൊച്ചിയിൽ വന്നിട്ട് എന്താ ഇഷ്ടപ്പെട്ടു? കൊച്ചിയിൽ വന്നിട്ട് എന്താ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ബീച്ച്, അങ്ങനത്തെ കാര്യം. പാപ്പാനെ കത്തിക്കുക, പിന്നെ ന്യൂ ഇയർ ആഘോഷം, സെറ്റ് എല്ലാ വൈബാണ് ഫുള്ള്. നിങ്ങൾ പാലക്കാട് ആഘോഷിക്കാണ്ട് ഇവിടെ വന്നത് ഇവിടെ വൈബ് കൂടുതലായോണ്ടല്ലേ? അതെ, പാലക്കാട് പരിപാടി ഇല്ല. പാലക്കാട് പരിപാടി ഇല്ലാത്തതുകൊണ്ട് പരിപാടി ഉള്ളിടത്തേക്ക് വന്നു. അതാണ് കൊച്ചിയിലല്ലേ പരിപാടി, അതാണ് മെയിൻ. എല്ലാ വർഷവും ഇവിടെ തന്നെ. Well, we will be celebrating with Green Gala dinner down at Crown Plaza. How's Fort Kochi? How's Fort Kochi? Now you're in Fort Kochi. How's the beach and other things? Beach is good but not clean. That needs to be adhered to. Are you aware of the celebrations in Kochi? Are you celebrating it for the first time here? First time. Where are you from, ma'am? I'm originally from Fiji, but we settled in New Zealand. So we're here on a holiday. Did you love Kochi? Yeah, it's nice here. Why did you select Kochi to celebrate New Year? Because that's how we book our tickets. What are plans for the night? Have dinner and then sleep and then get away tomorrow morning. Yeah. New Year wishes. Thank you. Same to you. നമ്മൾ സാധാരണ കത്തിക്കുന്ന പാപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല. നിങ്ങൾക്കൊക്കെ വിഷമമുണ്ടോ അതില്? ഭയങ്കര വിഷമമുണ്ട്. കാരണം ഇത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്ന സംഭവമാണല്ലോ. അപ്പോൾ ആകെ ഒരു വിഷമം, എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമാണല്ലോ. മറ്റേ വെളി ഗ്രൗണ്ടില് ഗാലാഡിക്കാരുടെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. അത് അറിയില്ല, അങ്ങനെ ഉണ്ടോ? ശരി. അപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിക്കട്ടെ, അത്രേ ഉള്ളൂ. എന്നാലും നമ്മുടെ മറ്റേ പാപ്പാഞ്ഞി ഇല്ലാത്തതിൽ ഒരു വിഷമമുണ്ട്. ഒരു വിഷമം, ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. എങ്ങനെയാ ആഘോഷമൊക്കെ? എങ്ങനെയാണ് ആഘോഷമൊക്കെ? നല്ല ആഘോഷം തന്നെ. ഇപ്പൊ ഞങ്ങൾ എല്ലാ കൊല്ലവും ആഘോഷിക്കണേയുള്ള എല്ലാ കൊല്ലവും. ഏറ്റവും വലിയ ആഘോഷം ഫോർട്ട് കൊച്ചിയിലാണ്. ഏറ്റവും വലിയ ആഘോഷം. ഹാപ്പി ന്യൂ ഇയർ. ഇത്തവണ നമ്മുടെ പരമ്പരാഗത പാപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല. അതിൽ ഫോർട്ട് കൊച്ചിക്കാർക്കൊക്കെ വിഷമമുണ്ടോ? വിഷമമില്ല. കാരണം ഫോർട്ട് കൊച്ചിക്കാർക്ക് ആ പപ്പാഞ്ഞി അല്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പപ്പാഞ്ഞികളുണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ ഒരു പപ്പാഞ്ഞിനെ കത്തിച്ചാൽ മതി. നമുക്ക് ഇന്ന പപ്പാഞ്ഞിനെ തന്നെ കത്തിക്കണമെന്നൊന്നുമില്ല. എങ്ങനെയാ ആഘോഷങ്ങളൊക്കെ? എങ്ങനെയാ ആഘോഷങ്ങൾ? ഇതുവരെ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞുള്ള വർഷങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം വളരെയധികം കുറവാണ് ആഘോഷങ്ങൾ. എന്നാലും ജനങ്ങളുണ്ട്. ഉള്ളതുകൊണ്ട് അടിപൊളിയാക്കും. അതല്ലെങ്കിൽ ഫോട്ടോ ചിക്കാർ അങ്ങനെയല്ലേ, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ. ഇവിടെ ഫുൾ കളറാണ്. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ ആഘോഷവും കളറാക്കുമല്ലേ? വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനും നിതിനുമൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.